എനിക്കുള്ള വീട് അവിടെ ഒരുങ്ങുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ആ വീട് ഒരുങ്ങുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞ ഖബറിനെ പറ്റിയാണ്. അതായത് നിങ്ങളെന്തായി പറയണത്, ഞാൻ പോയി കടക്കാൻ എന്ന് പറഞ്ഞത് ആകെ എത്ര കൊല്ലാണ് മനുഷ്യൻ ദുന്യാവിൽ ജീവിക്കുക, എനിക്ക് ശരിക്കും പോയി കടക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ കാലം കടക്കാനുള്ള ഖബറാണ്, അതവിടെ പണി നടക്കുന്നുണ്ട്. അദ്ദേഹം രാജാവിനോട് പറയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ പൈപ്പുകളാണ്. ഞാനതിൻ്റെ ഒരു തീവ്രത മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഏത് അവസ്ഥയിലാണ് ഇബ്നു ഉസൈമീൻ വാശി പിടിച്ചിട്ട് അവിടെ എത്തുന്നത് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മൂക്കിലും വായലൊക്കെ പൈപ്പുകളാണ്. ആ പൈപ്പുകളും അങ്ങനെ മുഴുവൻ ശരീരത്തിൽ ഘടിപ്പിച്ച വൈദ്യോപകരണങ്ങളുമായിട്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അവിടെ ആ അവസ്ഥയിൽ അദ്ദേഹം നമസ്കരിക്കുന്നു, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നു, അദ്ദേഹം ഇബാദത്തെടുക്കുന്നു, അദ്ദേഹം ദർസെടുക്കുന്നു. അതായത് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ശബ്ദം മാത്രമേ ആൾക്കാർ കേൾക്കുന്നുള്ളൂ. ആ ദർസെടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റും, കേട്ടോ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയും, വേറൊരു കുഴൽ ഇങ്ങോട്ട് മാറ്റി ഇത് അങ്ങോട്ട് കുറച്ച് പൊക്കി പിടിക്കും. ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ കിട്ടിയ അവസാനത്തെ ദിവസങ്ങളും മണിക്കൂറുകളും അവൻ്റെ മാർഗത്തിൽ ആ രീതിയിൽ പരിശ്രമിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ദീന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد, നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ സ്വാലിഹ് അൽ ഉസൈമീൻ എന്ന ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച മഹാപണ്ഡിതനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച്, ബാല്യകൗമാരങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പഠനത്തെക്കുറിച്ച്, അദ്ദേഹം ഉനൈസയിലെ വലിയ പള്ളിയുടെ ചുമതലക്കാരനായി മാറിയതിനെക്കുറിച്ച് അത്രയും കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഈ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബിൻ നാസിർ അസ്സഅദി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഉനൈസയിലെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരാറുണ്ടായിരുന്നു. നമ്മൾക്കറിയാലോ, ആ നാട്ടിലൊക്കെ ദഅവത്തിൻ്റെ ഏറ്റവും വലിയ രീതി എന്ന് പറഞ്ഞാൽ ഈ ദർസുകളാണ്. ഏത് പണ്ഡിതനാണെങ്കിലും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നൊരു പള്ളിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം കേന്ദ്രീകരിച്ച് നിൽക്കുന്നൊരു പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ദർസുകൾ സ്ഥിരമായി നടക്കും. അത് പല വിഷയങ്ങളിലുള്ള ദർസുകൾ ഉണ്ടാവും. അത് ഓരോരുത്തരുടെ എക്സ്പെർട്ടൈസ് അനുസരിച്ച് അവരുടെ ഏരിയകളിൽ, അത് തഫ്സീറിലും അഖീദയിലും ഫിഖ്ഹിലും ഹദീത്തിലും ഒക്കെ ഉള്ള ദർസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ആ ദർസുകൾ അറ്റൻഡ് ചെയ്തിട്ട് അവിടെയുള്ള ആളുകൾ, അതിൽ താല്പര്യമുള്ള ആളുകൾ മതവിജ്ഞാനം നേടുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ അതിൽ അബ്ദുറഹ്മാൻ ഇബിൻ നാസിർ അസ്സഅദിയുടെ ദർസുകൾ കേൾക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരാറുണ്ടായിരുന്നു. വളരെ വലിയ ദർസുകളായിരുന്നു അത്, അത്രയും പോപ്പുലറായ ദർസുകളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള വളരെ സീനിയറായൊരു സ്കോളർ, ഈ ഇബ്നു ഉസൈമീൻ്റെ ബയോഗ്രഫീസിൽ നമുക്ക് കാണാൻ പറ്റും, അത്രയും സീനിയറായൊരു സ്കോളർ മരിച്ച സ്ഥലത്ത് പിന്നെ അതിന് പകരം ദർസുകൾ തുടങ്ങുന്നത് വളരെ യങ്സ്റ്ററായ ഒരാളാണ്. അതായത് പ്രായം 20കളുടെ നടുവിൽ മാത്രമുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊരു പുതുമുഖം എന്ന് പറയൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ജനത്തിരക്ക് ഇബ്നു ഉസൈമീൻ്റെ ദർസുകളിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ബയോഗ്രഫേഴ്സ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ കഴിയും. കാരണം അവർക്ക് അബ്ദുറഹ്മാൻ ഇബിൻ നാസിർ അസ്സഅദിയെ അറിയുന്നത് പോലെ ഇബ്നു ഉസൈമീനെ സ്വാഭാവികമായിട്ട് ആ കാലത്ത് അറിഞ്ഞൂടാ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ദർസുകൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇബ്നു ഉസൈമീൻ്റെ ഡെപ്തും എക്സ്പെർട്ടൈസും അദ്ദേഹത്തിൻ്റെ ഒരു പാണ്ഡിത്യവും ഒക്കെ ആളുകൾ അത് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ അബ്ദുറഹ്മാൻ ഇബിൻ നാസിർ അസ്സഅദിയേക്കാൾ വലിയൊരു പണ്ഡിതനാണ്, അതിനേക്കാൾ വലിയൊരു പിന്തുടർച്ചക്കാരനെയാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് അവർ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചറിയുകയും പതുക്കെ ഇബ്നു ഉസൈമീൻ്റെ ആ ദർസുകൾ പോപ്പുലേറ്റഡ് ആവുകയും അതിനുവേണ്ടി ജനങ്ങൾ ഉനൈസയിൽ നിന്ന് വരിക എന്നുള്ളതിനപ്പുറത്ത് രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആ ദർസുകളുടെ സമയവും തീയതിയൊക്കെ നോക്കി കടന്നു വരാൻ തുടങ്ങുകയും അങ്ങനെ രാജ്യത്തെ ഒരു സൗദി, ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ ഒരു റിലീജിയസ് എഡ്യൂക്കേഷൻ്റെ മാപ്പ് നമ്മൾ നോക്കിയാൽ മക്ക, മദീന, റിയാദ്, ഇത് മൂന്നും സൗദിയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ മതവിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. ഇത് ഇബ്നു ഉസൈമീൻ്റെ ഒരു പ്രസൻസോടുകൂടി, അദ്ദേഹത്തിൻ്റെ ദർസുകൾ ഇത്രയും പോപ്പുലർ ആയതോടുകൂടി ഉനൈസ എന്ന് പറയുന്നത് മക്കക്കും മദീനക്കും റിയാദിലും പുറമെ സൗദിയിലെ മതവിദ്യാഭ്യാസത്തിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്ററായി ഒരൊറ്റ മനുഷ്യനിലൂടെ, അവിടെ വേറൊരു യൂണിവേഴ്സിറ്റിയോ വേറൊരു കോളേജോ ഉള്ളതുകൊണ്ടല്ല, ഒരൊറ്റ പള്ളി, ഒരൊറ്റ മനുഷ്യൻ, ആ മനുഷ്യൻ കാരണമായി ഉനൈസ കൂടി അവിടുത്തെ മതവിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. പിന്നെ ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ ദർസുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറയുന്നത്. ആ ദർസുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ദർസുകൾ എടുക്കാൻ വളരെ വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർസുകൾ കുറേ റെക്കോർഡ് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഡിയോ ടേപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് ഈ കസറ്റുകളെ കാലമാണ്, അത് ഓഡിയോ കാസറ്റുകളും കുറച്ച് വീഡിയോകളും ഉണ്ട്, ഓഡിയോകൾ ഒരുപാടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ റേഡിയോ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു ആശയവിനിമയ മാർഗ്ഗമാണ്. ഈ റേഡിയോ പ്രോഗ്രാമുകളിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അന്ന് സൗദി പണ്ഡിതന്മാരുടെ പൊതുവായ രീതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ റേഡിയോ പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ദർസുകളുടെ ആ ടേപ്പുകൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ശൈലി എന്ന് പറഞ്ഞാൽ ഒന്ന് അതിലുള്ളൊരു ഡെപ്ത്, പ്രെസിഷൻ, അദ്ദേഹത്തിന് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഉണ്ടായിരുന്ന വളരെ ആഴത്തിലുള്ള അറിവ് അതിൽ വളരെ പ്രകടമാണ്. അതോടൊപ്പം ഇബ്നു ഉസൈമീൻ സംസാരിക്കുന്നൊരു ശൈലി അത് വളരെ സരസമായി, അതായത് തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരോട്, ദർസിലുള്ള ആൾക്കാരോട് അദ്ദേഹം ഇങ്ങനെ നേർക്കുനേരെ ഒരു 1-to-1 കോൺവെർസേഷനാണ് പലപ്പോഴും ശരിക്കും അദ്ദേഹം നടത്തുന്നത്. കാരണം അവരെയൊക്കെ ഇങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് ഇടയ്ക്ക് ഓരോ ചോദ്യമൊക്കെ ചോദിച്ച് ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ വിശദീകരിച്ചു കൊടുത്തൊരു നല്ല അധ്യാപകൻ എന്നുള്ള നിലക്ക് വളരെ നല്ല രീതിയിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ശൈലി, നമ്മളൊരു ക്ലാസ് റൂമിൽ വളരെ പ്ലസൻ്റായൊരു പ്രസൻസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. ആ രീതിയിൽ അതും ഇങ്ങനെ വളരെ മോണോട്ടോണസ് ആയിട്ട് സംസാരിക്കുന്നതിന് പകരം അവരോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, ഓരോന്നിങ്ങനെ പറയിപ്പിക്കുക, അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ഇബ്നു ഉസൈമീൻ. അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ ഒരു രീതി ഒരു ക്ലാസിക്കൽ, ഒരു ഇബ്നു ഉസൈമീൻ സ്റ്റൈൽ ദർസിൻ്റെ രംഗത്ത് വളരെ വ്യത്യസ്തമായ, സൗദി ദർസുകളുടെ രംഗത്ത് ഒരു തനത് വഴി വെട്ടിക്കൊണ്ടാണ് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ ദർസുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് പോപ്പുലറായി, ആളുകൾ നാനാഭാഗത്ത് നിന്നും അവിടേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് കിട്ടിയൊരു തെർബിയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മഹാപണ്ഡിതന്മാരിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഈ ടീച്ചിങ് എന്നതിലപ്പുറത്ത്, ഇൽമ് കൊടുക്കുക എന്നുള്ളതിലപ്പുറത്ത് ഇബ്നു ഉസൈമീൻ്റെ ഒരു സ്വഭാവവും ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്ന ഒരു ഇൻറ്റഗ്രിറ്റിയും, അതായത് ഇബാദത്തുകളുടെ വിഷയത്തിൽ സുഹദ്, വറഹ്, തഖ്വ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇബ്നു ഉസൈമീൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി, അദ്ദേഹം ജനങ്ങളോട് പെരുമാറിയിരുന്ന ഒരു രീതി, പ്രത്യേകിച്ചും ശിഷ്യന്മാരോട് പെരുമാറിയിരുന്ന ഒരു രീതി, ആ രീതി എനിക്ക് തോന്നുന്നത് ഒരു ഉനൈസ മാജിക് എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ. കാരണം അവിടെ വരുന്ന കുട്ടികൾ, അവിടെ വരുന്ന സ്റ്റുഡൻസ്, ആ സ്റ്റുഡൻസ് കണ്ട് ക്യാപ്റ്റിവേറ്റഡ് ആവുകയാണ്. അതായത് ഒരിക്കൽ ഇബ്നു ഉസൈമീൻ്റെ ദർസിൽ അദ്ദേഹം വളരെ യുവാവായപ്പോൾ ഇത് തുടങ്ങുന്നുണ്ട്, ഇതിങ്ങനെ മുന്നോട്ട് പോയി അദ്ദേഹം മരിക്കുന്നത് വരെ ഈ ദർസ് എന്ന് പറയുന്നത് ഒരു മാജിക് പോലെയായിരുന്നു. കാരണം ഒരിക്കൽ നിങ്ങളവിടെ പോയി ഇരുന്നാൽ ഇബ്നു ഉസൈമീനുമായിട്ട് എന്തോ ഒരു അത്ഭുതകരമായ മാനസിക ബന്ധം നിങ്ങളിൽ ഉണ്ടായിത്തീരുന്നു. പിന്നെ നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത്രയും ഇമോഷണലി നിങ്ങൾ ഷെയ്ഖിനോട് അറ്റാച്ച്ഡ് ആവുന്ന തരത്തിലുള്ള ഒരു കരിസ്മ അത് ഇബ്നു ഉസൈമീൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനും അദ്ദേഹത്തിൻ്റെ ദീനീ ബോധത്തിനും അദ്ദേഹത്തിൻ്റെ അഖ്ലാഖിനും അദ്ദേഹം അത് പഠിപ്പിക്കുന്ന രീതിക്കും അതിൻ്റെ പുറമെ ഇൽമിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആഴത്തിനും അങ്ങനത്തെ ഒരു അത്ഭുതകരമായ അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഇബ്നു ഉസൈമീൻ്റെ ദർസ് കേൾക്കാൻ വേണ്ടി ആൾക്കാർ സൗദിക്ക് വരികയാണ്. അതായത് സൗദികളല്ലാത്ത ആൾക്കാർ ഇബ്നു ഉസൈമീൻ്റെ ദർസ് കേൾക്കാൻ വേണ്ടി മാത്രം സൗദി അറേബ്യയിൽ വരികയാണ്. അപ്പോൾ സൗദി അറേബ്യയിൽ വരുന്ന ഒരാൾ സാധാരണ ആൾക്ക് എവിടെ പോകും? അപ്പോൾ മക്കയിലും മദീനയിലും പോകും, അത് പിൽഗ്രിമേജ് എന്നുള്ളതൊക്കെ പോകണമാണ്, അല്ലെങ്കിൽ റിയാദിലോ ജിദ്ദയിലോ പോകും. ഇത് ഉനൈസ എന്ന് പറയുന്ന അത്ര ഒരു മേജർ സിറ്റിയൊന്നല്ലാത്ത സ്ഥലത്തേക്ക് ആൾക്കാരിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഇബിൻ സ്വാലിഹ് അദ്ദേഹത്തിൻ്റെ ദർസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം. അപ്പോൾ അത് അദ്ദേഹം കോഴ്സുകളൊക്കെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ഇബ്നു ഉസൈമീൻ്റെ ഈ കോഴ്സുകൾ വളരെ ഫേമസ് ആയിരുന്നു. ഈ സമ്മർ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അത്ര ലോങ് അല്ലാത്ത, അതായത് ഈ ഹ്രസ്വകാല കോഴ്സുകൾ, ഓരോ ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ചില കിതാബുകൾ വെച്ചിട്ട്, ചില സിലബസുകൾ വെച്ചിട്ട്. അപ്പോൾ സമ്മർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്യും. അപ്പോൾ ആ സമ്മർ കോഴ്സിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, അത് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ പോകാൻ കഴിയുന്ന സ്റ്റുഡൻസ് ഉനൈസയിൽ പള്ളിയിലെത്തുകയാണ്. അപ്പോൾ അവരവിടെ തന്നെ താമസിക്കും, അല്ലെങ്കിൽ പുറത്ത് താമസിക്കാൻ കഴിയുന്ന ആൾക്കാർ അവർ അക്കോമഡേഷൻ കണ്ടെത്തും. ഷെയ്ഖ് അതിന് കഴിയാത്ത ആൾക്കാർക്ക് പള്ളിയിൽ തന്നെ താമസത്തിന്. അപ്പോൾ
ആ പള്ളി ഇങ്ങോട്ട് ജനനിബിഡമാവുകയാണ്. അവിടുത്തെ ആൾക്കാരും സൗദീൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരും അവരൊക്കെ ഇബ്നു ഉസൈമിന് ചുറ്റും തടിച്ചുകൂടുന്നു. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതിങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ആ റെക്കോർഡുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്തുന്നു. അവിടെയൊക്കെ ഉള്ള മുസ്ലിങ്ങൾ ഇതിൽ നിന്ന് മതപരമായ പുതിയൊരു എൻലൈറ്റൻമെൻറ്റ് അനുഭവിക്കുന്നു. അങ്ങനെ വളരെ ത്രസിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായി അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ഹയ്യയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വിസിബിലിറ്റി, ഷെയ്ഖ് ഇബിൻ ബാസ് എന്നൊക്കെ പറയുമ്പോൾ ഇബിൻ ബാസിൻ്റെ അത്ര തന്നെ ഉയരമുള്ള, അത്ര തന്നെ ഉന്നത ശീർഷനായ ഒരു പണ്ഡിതനായി, അതായത് ഇബ്നു ബാസും ഇബ്നു ഉസൈമീനും ഒരേപോലെ സൗദി അറേബ്യയിലെ ഏറ്റവും സീനിയർ സ്കോളേഴ്സായി, അല്ലെങ്കിൽ അന്നത്തെ മുസ്ലിം ലോകത്തെ തന്നെ ഏറ്റവും സീനിയർ സ്കോളേഴ്സായി അവർ മാറുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകണം. ഇബ്നു ഉസൈമീൻ്റെ ഒരു ഇൻ്റലക്റ്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇബ്നു തൈമിയയാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്. നമ്മൾ ഇബ്നു തൈമീൻ്റെ പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ നമ്മൾക്ക് ഒരു മോഡേൺ ഇബ്നു തൈമിയ നമുക്ക് തോന്നുക. അത് ശരിക്കും നമ്മൾ ഇബ്നു തൈമിയനെ വായിച്ചിട്ട് ഇബ്നു തൈമിയനെ വായിച്ചാൽ മതി. കാരണം ആ ഒരു സ്വാധീനം എന്ന് പറഞ്ഞാൽ അത്രയും ക്ലിയറാണ്. ഇബ്നു തൈമിയൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാലോ, അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൂർമ്മത, അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ അവതരണ ശൈലിയുടെ പ്രത്യേകത, അത് വളരെ കൃത്യമായി, അതായത് നമ്മളുടെ കാലഘട്ടത്തിൽ ഒരു ഇബ്നു തൈമിയ സംസാരിക്കുന്നത് പോലെയാണ് ഇബ്നു തൈമീൻ. അദ്ദേഹത്തിൻ്റെ ദർസുകളാണെങ്കിലും ആ ദർസുകളിൽ നിന്നും മറ്റുമുണ്ടായ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണെങ്കിലും അതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇബ്നു തൈമിയ സംസാരിച്ചിരുന്ന വിഷയങ്ങൾ, ഇപ്പോൾ ഫിലോസഫി, കലാം, ഇതിൽ നിന്നൊക്കെ വേർതിരിച്ച് ഈ അഥരി, സലഫി, അഖീദ പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഇബ്നു തൈമിയക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പെർട്ടൈസ് നമ്മൾക്കറിയാം. അത് വളരെ കൃത്യമായി ഇബ്നു ഉസൈമീനിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഫിലോസഫിയെക്കുറിച്ചും കലാമിനെക്കുറിച്ചും കലാമിൻ്റെ ധാരകളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അതിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ രൂപങ്ങൾ എന്താണെന്ന് അറിയാമായിരുന്നു. അതിൽ നിന്ന് അഥരി, അഖീദക്കുള്ള വ്യത്യാസം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇപ്പോൾ ഇബ്നു തൈമിയയുടെ വളരെ പ്രധാനപ്പെട്ട 2 അഖീദ പുസ്തകങ്ങൾ, ഇപ്പോൾ അൽ അഖീദത്തുൽ ഹമവിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ വ്യാഖ്യാനങ്ങൾ, ഷറഹുകൾ എഴുതിയിട്ടുണ്ട് ഇബ്നു ഉസൈമീൻ. അതിൻ്റെ പുറമെ അഖീദത്തു അഹ്ലി സുന്നത്തി വൽ ജമാ എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഉസൈമീൻ്റെ പുസ്തകമുണ്ട്. അതായത് അഖീദ വിശദീകരിക്കുന്ന അഥരി അഖീദ, ഖുർആനും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഖുർആനിലും ഹദീസിലുള്ള അഖീദ അതേപോലെ അഫേം ചെയ്യാണ് നമ്മൾ വേണ്ടത്, അതല്ലാതെ വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ എന്താണെന്ന് വിശദീകരിക്കുന്ന പുസ്തകമാണ്. അതേപോലെ അൽ ഖവായിദുൽ മുസ്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഖീദയിൽ അദ്ദേഹത്തിന് കിതാബുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബുകളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ കാര്യം ഫിഖ്ഹിൽ ഇബ്നു ഉസൈമീൻ ഉണ്ടായിരുന്ന ഒരു പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കറിയാം ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹദീസുകളിൽ നിന്ന് കർമ്മശാസ്ത്ര വിധികൾ എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഡിസിപ്ലിനാണ്. ഇപ്പോൾ ഒരാൾക്ക് ഖുർആനും ഹദീസും ഒക്കെ അറിയായിരിക്കും, പക്ഷേ അതിൽ നിന്ന് കർമ്മശാസ്ത്ര വിധികൾ, ഈ ഹദീസുകളും ഖുർആനായത്തുകളും മൊത്തം വെച്ച് 4 മദ്ഹബുകളിലെയും ഗ്രന്ഥങ്ങൾ പരിശോധിച്ച്, 4 മദ്ഹബുകളിലെയും ഗ്രന്ഥങ്ങൾ ഞാൻ പറയാൻ കാരണം, നമ്മൾ നേരത്തെ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദിയെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇബ്നു ഉസൈമീനും ഹംബലി ആയിരുന്നു അദ്ദേഹം. പക്ഷേ ഹംബലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാധാരണ നിലക്കുള്ള ഹംബലികളെ പോലെ ആ നിലക്കുള്ള ഒരു മുഖല്ലിദായിരുന്നില്ല. അദ്ദേഹം ഹംബലി പശ്ചാത്തലമുള്ള ആളായിരിക്കെ തന്നെ 4 മദ്ഹബിലെയും കിതാബുകൾ പരിശോധിക്കുകയും അവയെ കമ്പയർ ചെയ്യുകയും എന്നിട്ട് ഖുർആനും ഹദീസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഒരു വിധി സ്വതന്ത്രമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെ ഇബ്നു ഉസൈമീനെ നന്നായി ഉപയോഗിച്ചിരുന്നു. ഇമാം അൻ നവവി എന്ന് പറയുന്നത് ഷാഫി മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളറാണ്. നമുക്കറിയാം നവവിയുടെ ഒരുപാട് കിതാബുകൾക്കുള്ള ആ കിതാബുകളെ വിശദീകരിച്ചിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ, ദർസുകൾ നമ്മൾക്ക് ഇബ്നു ഉസൈമീൻ്റെ കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതായിരുന്നു. അപ്പോൾ അതിൽ ഫിഖ്ഹിലെ ഒരു ഇബ്നു ഉസൈമീൻ വഴി നമ്മൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കർമ്മങ്ങൾ, ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഇതൊക്കെ പെട്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സൂക്ഷ്മ വിശദാംശങ്ങളിൽ പണ്ഡിതന്മാർക്ക് ചില വിഷയങ്ങളിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും തലനാരിയ കിഴിറിയ ചർച്ചകളൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇബ്നു ഉസൈമീൻ ഫിഖ്ഹിൽ അദ്ദേഹത്തിനുള്ളൊരു പ്രാവീണ്യം അതിൽ വളരെ പ്രകടമാണ്. അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ള ബുദ്ധിപരമായൊരു ശേഷി, വൈജ്ഞാനികമായ അടിത്തറ, ഉസൂലുൽ ഫിഖ്ഹിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെർട്ടൈസ്. അപ്പോൾ നമ്മളൊരു ആധുനിക കാലഘട്ടത്തിൽ സൗദി പണ്ഡിതന്മാരിൽ നിന്നുണ്ടായി വന്ന ഒരു പക്ഷേ ഏറ്റവും പ്രഗത്ഭനായ ഫഖീഹാണ്
ശരിക്കും ഇബ്നു ഉസൈമീൻ എന്ന് പറയുന്നത്. ഫിഖ് ശരിക്കും അതിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിഖ് അനാലിസിസുകളിൽ ഫിഖ് നമ്മൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഫിഖിൽ ഒരു കൗതുകം ഉണ്ടെങ്കിൽ, ഫിഖിൽ ഒരു ആ നിലക്കുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളെ നന്നായി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സർസൈസുകളാണ് ശരിക്കും ഇബ്നു ഉസൈമീൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വൈജ്ഞാനികമായ ബൗദ്ധികമായ ഒരു മികവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ ഈ വിദ്യാർത്ഥികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എന്ന് പറഞ്ഞല്ലോ, ഇബ്നു ഉസൈമീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പലപ്പോഴും ഈ സൂഫിസം എന്നൊക്കെ നമ്മൾ പറയും. ഈ സൂഫിസം എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലൊക്കെ പലപ്പോഴും ഈ വിഗ്രഹവൽക്കരിക്കപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദുന്യാവുമായി മാനസികമായൊരു ബന്ധമില്ലാതിരിക്കുക, ബന്ധം അള്ളാനോടാകുക, നമ്മളുടെ ലക്ഷ്യം എപ്പോഴും പരലോകമാവുക. അതൊക്കെ പ്രസംഗിക്കാൻ വളരെ എളുപ്പമുള്ള തീമുകളാണ്. പക്ഷേ ദുന്യാവിൽ ശരിക്കും വിരക്തനായി ജീവിക്കുക, ദുന്യാവിനെ വളരെ നിസ്സാരമായി കാണുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി വളരെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മൾ ആഖിറത്തിന് മുൻഗണന കൊടുക്കുക, അള്ളാഹുവിനെ മുൻനിർത്തി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് പറയാൻ വളരെ എളുപ്പവും അത് പൂർണ്ണമായി പ്രായോഗികമാക്കാൻ നല്ല പണിയാണ്. കാരണം ദുന്യാവിനോടുള്ള അടിമത്തം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മളെ കൽബിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സൂഫികൾ ഇതിനെ മറികടന്നു എന്നൊക്കെ പറയാം. പക്ഷേ അതെന്താ വെച്ചാൽ ആ ഒരു ലക്ഷ്യം മുൻനിർത്തി ഇസ്ലാം വിരുദ്ധമായ കുറേ ആശയങ്ങളിൽ എത്തിപ്പെടുകയാണ് സൂഫി ത്വരീക്കത്തുകൾ ചെയ്തത്. അത് വേറെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ പറയുന്ന ഈ ദുന്യാവിനോടുള്ള ഈ വിരക്തി വളരെ കൃത്യമായി ഇതേപോലുള്ള പണ്ഡിതന്മാരിൽ നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്ക് സൂഫിസത്തിലല്ല, ഇതേപോലുള്ള ഉലമാക്കളുടെ ജീവിതത്തിലാണ് ശരിക്കും നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇബ്നു ഉസൈമീനൊക്കെ അദ്ദേഹത്തിന് ഒരു സൗദിയിലുള്ളൊരു നാഷണൽ ഫെയിം അല്ല, അദ്ദേഹത്തിന് ഗ്ലോബൽ ഫെയിം ഉണ്ട്. അദ്ദേഹം ഒരു ഗ്ലോബലി റെപ്യൂട്ടഡ് ഫിഗറാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വരികയാണ്. അദ്ദേഹം ഉനൈസയിൽ ജീവിച്ചിരുന്നത് മണ്ണിൻ്റെ ഒരു കുടിലിലാണ്. ശരിക്കും നമ്മളൊരു ഇൻക്രെഡിബിൾ എന്നൊക്കെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണത്. അതായത് വലിയ മണിമാളികകളിൽ ജീവിക്കാൻ ഒരു പ്രയാസമില്ലാത്ത ആളാണ് അദ്ദേഹം. അതായത് സൗദിയിൽ ഇപ്പോൾ ഹയ്യേല അംഗമായ ഒരാൾ, അത്രയും റെപ്യൂട്ടഡ് ആയ ഒരാൾ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും അത്രയധികം പൈസക്കാരൊക്കെ ഓരോ പണി ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നേർക്കുനേരെ വരുന്ന പൈസ എന്നുള്ളതിലപ്പുറം അദ്ദേഹം ഒന്ന് തലയാട്ടിയാൽ അദ്ദേഹത്തിന് എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള മനുഷ്യന്മാരാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നത് വളരെ ചെറിയൊരു മണ്ണിൻ്റെ കുടിലാണ്. അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മീനായ, അതായത് ഒട്ടും വിലപിടിപ്പുള്ളതല്ലാത്ത അവിടുത്തെ ഏറ്റവും സാധാരണക്കാർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇബ്നു ഉസൈമീൻ ധരിച്ചിരുന്നത്. നമ്മൾ പിന്നെ ഈ പൂർവ്വകാല മുസ്ലിങ്ങളെ പറ്റിയൊക്കെ പറയില്ലേ, അവരുടെ നേതാവിന് അനുയായികളിൽ നിന്നും നമ്മൾക്ക് വ്യത്യാസപ്പെട്ട് മനസ്സിലാവില്ല. കാരണം എല്ലാവരും പോലെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹവും എന്ന് പറയുന്നത് പോലെയാണ് ഇബ്നു ഉസൈമീൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പല ഇബ്നു ഉസൈമീൻ്റെ ദർസ് കേൾക്കാൻ പോയ പല ആൾക്കാരും അനുഭവ വിവരണങ്ങൾ നമ്മൾക്ക് വായിക്കാൻ കിട്ടും. അതൊക്കെ വായിച്ചാൽ ശരിക്ക് നമ്മളുടെ ഹൃദയത്തിനൊരു അതിലൊരു പിന്നെ എന്താ പറയുക ഒരു നനവ് വരും. കാരണം അവർ കാണാൻ പോകുന്നത് ആരെയാണ്? ലോകപ്രസിദ്ധനായൊരു പണ്ഡിതനെയാണ്. അപ്പോൾ അവരാകെ പേടിച്ച് ഒരുതരം ബേജാറോട് കൂടിയൊക്കെയാണ് അദ്ദേഹം ഉനൈസയിലെത്തുക. ഇബ്നു ഉസൈമീൻ്റെ ക്ലാസ്സിന് പോകാനെത്തുക. കാരണം ഇതൊരു സാധാരണ ആളെ മുന്നിക്കല്ലല്ലോ പോണത്, ലോകത്ത് മുഴുവൻ റെപ്യൂട്ടേഷനുള്ള ഒരാളെ ദർസിലിരിക്കാനാണ് പോണത്. പക്ഷേ അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വീട് കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ, അദ്ദേഹം തമാശ പറയുന്നത് കാണുമ്പോൾ, അദ്ദേഹം അവരോട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവരിങ്ങോട്ട് ഉരുകി ഇല്ലാതാവുകയാണ്. കാരണം എങ്ങനെയാണ് പിന്നെ തിരിച്ച് പ്രതികരിക്കേണ്ടതെന്ന് അവർക്ക് അറിയാതാവുകയാണ്. അതാണ് ഞാൻ ഇബ്നു ഉസൈമീൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് കാണാൻ കഴിയും. പല സൗദി രാജാക്കന്മാർ, ഈ സൗദി രാജാക്കന്മാർ നമ്മളിപ്പോൾ പിന്നെ ആ കാലഘട്ടം മുതൽക്കുള്ള ഒരുപാട് രാജാക്കന്മാർ നമുക്കിപ്പോൾ ഫഹദ് രാജാവ് ഉൾപ്പെടെ, ഖാലിദ് രാജാവ്, അതിൻ്റെ മുമ്പുള്ള സൂദ് രാജാവ്, ഇങ്ങനത്തെ രാജാക്കന്മാർ അവരൊക്കെ ഉനൈസയിൽ പോയാൽ സ്വാഭാവികമായും അവർ കാണാറുണ്ടായിരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീനാണ്. കാരണം ഇബ്നു ഉസൈമീനാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ അവർ അൽ ഖസീമിലേക്ക് പോയാൽ അവർ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അദ്ദേഹമാണ്, ഒരു ഡിഗ്നിറ്ററി അദ്ദേഹമാണ്. അപ്പോൾ ഇബ്നു ഉസൈമീനെ കാണാൻ അവർ പോകും. അപ്പോൾ ഈ രാജാവ് ചെന്ന് കയറേണ്ടത് ഈ വീട്ടിലേക്കാണ്, ഈ കുടിലിലേക്കാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബ്നു ഉസൈമീൻ അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, എത്ര വലിയ ആൾ വന്നാലും അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്താൻ ഇബ്നു ഉസൈമീന് പ്രത്യേകിച്ച് സംഭ്രമമൊന്നും തോന്നുന്നില്ല. നമ്മൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരു വലിയ ആൾ വരുമ്പോൾ നമ്മൾക്കൊരു ഇൻഫീരിയോറിറ്റി തോന്നില്ല. അതായത് ഇങ്ങനത്തെ ഒരു വീട്ടിലേക്കൊക്കെ അവരെ കൊണ്ടുവരാനുള്ളൊരു പ്രയാസം തോന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ വളരെ സ്വാഭാവികമായി വേറെ ഏത് മനുഷ്യനും വരുന്നത് പോലെ അവർ സലാം പറയുമ്പോൾ സലാം മടക്കിയിട്ട് അവരെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ഇബ്നു ഉസൈമീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ഒരുപാട് അക്കൗണ്ട്സ് നമുക്ക് കാണാൻ പറ്റും.
ഈ രാജാക്കന്മാർ വരുമ്പോൾ അവർ രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കുന്നതായിട്ട് അവർ കാണുന്നത്. അപ്പോൾ അവർ ഇബ്നു ഉസൈമീന് പലപ്പോഴും ഓഫർ ചെയ്യുന്നുണ്ട്, ഷെയ്ഖ് നിങ്ങൾ ഇവിടുന്ന് താമസം പറഞ്ഞു, ഞങ്ങൾ വേറെ നല്ല വീട് അങ്ങേക്ക് ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും അത് സമ്മതിച്ചില്ല എന്നാണ്, ഒരിക്കലും സമ്മതിച്ചില്ല. എനിക്ക് ജീവിക്കാൻ ഇത് മതി. അതുകൊണ്ടാണ് വളരെ പ്രസിദ്ധമായൊരു കോൺവെർസേഷനൊക്കെ നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്കുള്ള വീട് അവിടെ ഒരുങ്ങുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ആ വീട് ഒരുങ്ങുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞ ഖബറിനെ പറ്റിയാണ്. അതായത് നിങ്ങളെന്തായി പറയണത്, ഞാൻ പോയി കടക്കാൻ എന്ന് പറഞ്ഞത് ആകെ എത്ര കൊല്ലാണ് മനുഷ്യൻ ദുന്യാവിൽ ജീവിക്കുക, എനിക്ക് ശരിക്കും പോയി കടക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ കാലം കടക്കാനുള്ള ഖബറാണ്, അതവിടെ പണി നടക്കുന്നുണ്ട്. അദ്ദേഹം രാജാവിനോട് പറയാണ്, എൻ്റെ വീടിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ടല്ലോ, അതവിടെ ഒരുങ്ങുന്നുണ്ടല്ലോ, നിങ്ങളാരും ഉണ്ടാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്ന, അതായത് എന്തും കൊടുക്കാൻ സന്നദ്ധതയുള്ള രാജ്യത്തിൻ്റെ സർവാധികാരിയായ മനുഷ്യൻ മുന്നിൽ വന്ന് നിന്നിട്ട് അത്യാവശ്യം നല്ലൊരു വീടുണ്ടായിട്ടല്ല, വേറൊരു വീടുണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട്, അതായത് അത് കാണിക്കാൻ വേണ്ടി പറയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ കൽബിൻ്റെ ഉള്ളിലേക്ക് അത് കയറണില്ല, അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും കയറുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഒരിക്കൽ രാജാവ് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, എന്തെങ്കിലും ഷെയ്ഖ് എന്തെങ്കിലും അങ്ങേക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത്ര അങ്ങേക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീടൊന്ന് നന്നാക്കണ്ട, ഈ പള്ളി ഒന്നുകൂടി വിപുലീകരിച്ചാൽ നല്ലതാണ്. പിന്നെ എൻ്റെ ക്ലാസ് കേൾക്കാൻ വരുന്ന സ്റ്റുഡൻസ് പല ഭാഗത്തുനിന്ന് വരുന്ന സ്റ്റുഡൻസാണ്, അവർക്ക് താമസിക്കാനൊക്കെ കുറച്ചും കൂടി നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കതൊരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതാണ് അവസാനം രാജാവിന് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റിയത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളിൽ കാണാൻ പറ്റും. കാറ്, ഇബ്നു ഉസൈമീൻ്റെ കാറ് ഫേമസ് ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അതിനെപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. കാരണം സൗദി പ്രത്യേകിച്ച് ഈ പോസ്റ്റ് പെട്രോ ഡോളർ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന വണ്ടികളെന്നൊക്കെ പറഞ്ഞാൽ അത്രയും നല്ല വണ്ടികളാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലെ അവസ്ഥയല്ലല്ലോ, മാത്രമല്ല പഴയ സൗദി അല്ല, ഈ പെട്രോ ഡോളർ വന്ന സൗദിയാണ്. പക്ഷേ ഇബ്നു ഉസൈമീൻ ഉപയോഗിച്ചിരുന്നത് അത്രയും പഴയ, അത്രയും ശക്തി കുറഞ്ഞ, നമ്മളുടെ ഒരു നാട്ടുഭാഷയിലൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, ആർക്കും കണ്ടാലൊരു ആകർഷണം തോന്നാത്ത ഒരു സഹതാപം തോന്നാന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു കാറാണ് ശരിക്കും ഇബ്നു ഉസൈമീൻ ഉപയോഗിച്ചിരുന്നത്. ആ കാർ അദ്ദേഹം സ്വന്തമായി ഡ്രൈവ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഡ്രൈവർ ഇല്ലായിരുന്നു. അദ്ദേഹം എന്താ ചെയ്യുക വെച്ചാൽ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ്സുകൾക്കൊക്കെ അദ്ദേഹം, അതായത് ഉനൈസയിലെ അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ ക്ലാസ്സുകൾക്ക് പുറമെ അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ പല സ്ഥലത്തേക്കും വിളിക്കുമായിരുന്നു. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അടിച്ചു നോക്കിയാൽ കിട്ടും ഇബ്നു ഉസൈമീൻ്റെ ചില ക്ലാസ്സുകൾ. ചില സ്കൂളുകളിലൊക്കെ പോയിട്ട് അദ്ദേഹം ഈ കുട്ടികളോടൊക്കെ ഇങ്ങനെ വളരെ സരസമായി തമാശയൊക്കെ പറഞ്ഞ് ഒരു ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്തി അവർക്ക് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള ആ രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ഉണ്ടാവുക. അത് ഓരോ സാഹചര്യത്തിലും അവർക്കനുസരിച്ച് അവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ക്ലാസ്സിന് പോകാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല ഇഷ്ടമായിരുന്നു. അദ്ദേഹം സൗദിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ പോവാറുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ മക്കയിലെ മസ്ജിദുൽ ഹറാം, മദീനയിലെ മസ്ജിദുൽ നബവി, അവിടെയൊക്കെ അദ്ദേഹത്തിന് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോവാറുണ്ടായിരുന്നു. പക്ഷേ ഉനൈസയിലാണ് മിക്കവാറും അദ്ദേഹം ഉണ്ടാവാറുണ്ടായിരുന്നത്. അവിടെ ഷെയ്ഖിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം എന്ന് പറയുന്നത് ഈ കാറായിരുന്നു. ഈ കാറിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഷെയ്ഖ് കാറെടുത്ത് ഇങ്ങനെ പോവും, അത് ചിലപ്പോൾ ക്ലാസ്സിനായിരിക്കും, വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും, അത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആവും, കാരണം ഇത് പഴയ കാറല്ലേ. അപ്പോൾ ഈ ലോകം മുഴുവൻ കാതോർത്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അത് ഏതെങ്കിലും റോഡിൻ്റെ ഒരു വഴിയിലൊക്കെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയാൽ അദ്ദേഹം ഡോറോർന്ന് ഇറങ്ങും. അദ്ദേഹത്തിൻ്റെ ഈ സൗബ് കുപ്പായൊക്കെ അതിങ്ങനെ തെറുത്ത് കയറ്റി വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അദ്ദേഹം തന്നെ അത് റിപ്പയർ ചെയ്യും. അത് റിപ്പയർ ചെയ്തിട്ട് വീണ്ടും ആ കാറെടുത്തിട്ട് അദ്ദേഹം പരിപാടിക്ക് പോകും. ഞാൻ പറയണത് ഇത് ഇവർ വിനയം കാണിക്കണതല്ല, അതായത് ഓർക്ക് അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് പ്രത്യേകിച്ച് കാണിക്കേണ്ടി വരുന്നില്ല, അവർക്ക് ഒരു തരത്തിലുള്ള വലുപ്പവും സ്വയം ഫീൽ ചെയ്യണില്ല, അതിലൊരു ഇൻഫീരിയോറിറ്റി അവർക്ക് തോന്നുന്നില്ല. അവർ ഇപ്പോൾ ഒരുപാട് കഥകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാർ ഇത് കണ്ടിട്ട് പ്രയാസപ്പെട്ടിട്ട് അവർ കാറ് വാങ്ങും, അതായത് നല്ല കാറ് വാങ്ങിയിട്ട് ഇബ്നു ഉസൈമീന് കൊണ്ടുപോയി കൊടുത്താൽ അദ്ദേഹം ഒരിക്കലും അത് വാങ്ങൂല, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങൂല. കാരണം ഈ ദുന്യാവുള്ളിൽ കയറാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു കാറുണ്ടല്ലോ, ഒരു സ്ഥലത്തേക്ക് പോകാനല്ലേ, ആ സ്ഥലത്തേക്ക് പോകാനോടൊരു വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ അവസാനം ചെയ്തു നോക്കിയാൽ എന്താ വെച്ചാൽ, അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി കാറ് പാർക്ക് ചെയ്തിട്ട് താക്കോല് വീട്ടിലേൽപ്പിച്ച് പോകും. അപ്പോൾ ഇബ്നു ഉസൈമീന് തിരിച്ചു വരുമ്പോൾ ഇബ്നു ഉസൈമീൻ്റെ കുടുംബം ഇത് പറയും. അപ്പോൾ അദ്ദേഹം ആ താക്കോല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുക വെച്ചാൽ, പിന്നെ അടുത്ത ദർസിൽ വരുമ്പോൾ ചോദിക്കും കാറില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അദ്ദേഹം ചാവി എടുത്ത് കൊടുക്കും, ഓരോ കാറ് വിട്ട് പോകും. അദ്ദേഹത്തിന് പിന്നെ ഭയങ്കര സന്തോഷമാണ്, കാരണം അതൊരു സ്വതക്കം നടത്തിയല്ലോ.
കാരണം ഒരു കാറ് കയ്യിൽ കിട്ടിയപ്പോൾ ആ കാറ് ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ അജ്ർ അള്ളാൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവുമല്ലോ എന്നുള്ള സംതൃപ്തിയിലാണ്. ഇത് 1-2 കാറല്ല, വളരെ വിലപിടിപ്പുള്ള എക്സ്പെൻസീവായ അവിടെ വരുന്ന വണ്ടികളൊക്കെ അദ്ദേഹം ഒരിക്കലും അത് ഉപയോഗിക്കാതെ ആരെങ്കിലും ഈ രീതിയിൽ വീട്ടിലൊക്കെ കൊടുത്തേൽപ്പിച്ച് പോയാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. പിന്നെ അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങാടിയിൽ കാണും, പച്ചക്കറി മാർക്കറ്റിൽ കാണും, സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. ഇതൊരു ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് സ്കോളർ. അദ്ദേഹം ആ നിലക്കുള്ളൊരു ജീവിതമൊന്നുമല്ല. അദ്ദേഹം ഭാര്യയും കുട്ടികളെയും കൊണ്ട് ഇടയ്ക്ക് പുറത്തിറങ്ങും. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സമയം കൊടുക്കുക എന്ന് പറയുന്നത് സുന്നത്താണല്ലോ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എപ്പോഴും വായിക്കണം. അപ്പോൾ അദ്ദേഹം ചെയ്യുക, ഇവരെയും കൂട്ടി ട്രിപ്പിനൊക്കെ പോകും. അതായത് ഈ കാറിൽ അദ്ദേഹം ഡ്രൈവ് ചെയ്തിട്ട് ഇവരെയും കൂട്ടിയിട്ട് ഈ ഒരു റിലീഫിന് വേണ്ടി ഒരു എന്താ പറയുക, പിന്നെ അവർക്കൊരു നമ്മളൊരു റിഫ്രഷ് ആകാൻ വേണ്ടി പുറത്തിറങ്ങാന്ന് പറയും, ഒരു ഔട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അറബികളെ പൊതുവെയുള്ള രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് എവിടേക്കെങ്കിലും മാറിയിട്ട് പോകുന്നിട്ട് ഒരു എന്താ പറയുക, ഒരു ബീച്ചിലൊക്കെ പോയി ഇരിക്കണം കിട്ടില്ലേ, ഒരു വിരിപ്പ് ഇങ്ങനെ വിരിച്ചിട്ട് ആ വിരിപ്പിലെല്ലാവരും ഇരുന്നിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ വൈഫിനെയും കുട്ടികളൊക്കെ ആയിട്ട് അദ്ദേഹം പോകും. അപ്പോൾ അവർ പറയേണ്ട അദ്ദേഹം ഒരു സൈഡിൽ ഇങ്ങനെ വായിച്ചിരിക്കും, ഇവർ അവിടെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിൽ ഒരു ഏർപ്പെടും. പക്ഷേ അതിന് അദ്ദേഹം നിന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം വളരെ സീരിയസ് ആയ വൈജ്ഞാനിക ഗവേഷണങ്ങളിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സന്തോഷിക്കാനും വിനോദങ്ങൾക്കും ഒക്കെ ഉള്ള അവസരം അദ്ദേഹം കൊടുക്കുന്നു. ഇത് വളരെ സാധാരണക്കാരനായി ജീവിച്ച ഒരു മഹാപണ്ഡിതനെ, അതായത് ഒരു കണക്കിന് ദുന്യാവിനെ നോക്കി, അതായത് അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ അവിടുത്തെ രാജാക്കന്മാരെയും ഭരണകൂടത്തെയും ഒക്കെ ഈ നിലയിൽ തോൽപ്പിച്ച് കളഞ്ഞൊരു മഹാപണ്ഡിതന്. അതായത് അങ്ങനത്തെ ഒരാൾ പിന്നെ എങ്ങനെ സഹായിക്കുക, അദ്ദേഹത്തെ ഒരു നിലക്കും സഹായിക്കാൻ കഴിയൂല. എന്ന് പറഞ്ഞാൽ ആ സഹായത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത അള്ളാഹുവിനു വേണ്ടി മാത്രം ജീവിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് അത്രയും വലിയ സ്വാധീനം ഉണ്ടായത്. ഞാൻ സുദീർഘമായി സംസാരിക്കല്ല, അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചൊരു പണ്ഡിതനല്ല, പക്ഷേ കുറഞ്ഞ കാലം കൊണ്ട് വലിയ സ്വാധീനം ഉണ്ടാക്കി. ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ വളരെ യങ്ങായിട്ട് മരിച്ചൊരു പണ്ഡിതനല്ല, ഏതാണ്ട് ഒരു 71-72 വയസ്സൊക്കെ ആയിരിക്കും അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം. അപ്പോൾ അദ്ദേഹം ഈ 1990-കളുടെ അവസാനത്തിൽ ഒരു 1999 കാലമൊക്കെ ആകുമ്പോഴേക്ക് ഇബ്നു തൈമീന് ക്യാൻസർ വരികയാണ്. ക്യാൻസർ ഇപ്പോൾ നേരത്തെ ഇബ്നു ബാസിന് ക്യാൻസർ വന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ക്യാൻസർ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും കൂടി അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇബ്നു തൈമീന് നടത്തിയ ഒരേ ഒരു വിദേശയാത്രയാണിത്. അതായത് സൗദി അറേബ്യക്ക് പുറത്ത് അദ്ദേഹം യാത്ര ചെയ്ത ഒരേ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ യാത്രയാണ്. അപ്പോൾ അദ്ദേഹം ഈ ട്രീറ്റ്മെൻറ്റിനാണല്ലോ അദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ പള്ളികളിലൊക്കെ പോയി ഖുത്ബ പറയുന്നു, അവിടെയൊക്കെ പോയി ദർസ് നടത്തുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ദർസ് കേൾക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ ഈ രോഗത്തെ തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹം അത് അമേരിക്കയിലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു റിനൈസൻസ് ആയിരുന്നു അത്. കാരണം ഈ ഇബ്നു തൈമീൻ്റെ ഓഡിയോ ടേപ്പുകൾ കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇത്രയും ഗ്ലോബൽ ഫെയിമുള്ള ഒരു ആലിം അവരുടെ മുന്നിലേക്ക്, കാരണം അന്നത്തെ വെസ്റ്റേൺ വേൾഡാണ്. ഇന്നിപ്പോൾ നമ്മൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഒരുപാട് ഇസ്ലാമിക പാഠശാലകളും ആ രീതിയിലുള്ള ദൈവത്വമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഉടലോടുകൂടി ഇങ്ങനത്തെ ഒരാൾ നേർക്കുനേരെ അമേരിക്കയിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ ദർസുകൾ, അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് രോഗത്തിൻ്റെ ക്ഷീണം കൊണ്ടൊക്കെ പ്രയാസപ്പെട്ട് നടത്തിയ ദർസുകളാണെങ്കിലും അത് അവിടുത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് കൊടുത്തൊരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം വളരെ ഇൻറ്റൻസ് ആവാൻ തുടങ്ങി. അദ്ദേഹത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു. ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലമല്ല, അന്ന് വേദന അദ്ദേഹത്തെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനൊട്ടും വകവെക്കാതെ അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകൾ ആ ഇബാദത്തുകൾ ഏറ്റവും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കാനും അദ്ദേഹത്തിൻ്റെ ദർസുകൾ മുടങ്ങാതിരിക്കാനും ആളുകൾക്ക് ദീനീ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കാനും ഫത്വകൾ കൊടുത്തുകൊണ്ടിരിക്കാനും ടെലിഫോൺ അറ്റൻഡ് ചെയ്യാനും റേഡിയോ പ്രോഗ്രാമുകൾ ചെയ്യാനും ഒക്കെ ആ പ്രയാസങ്ങൾക്കിടയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒടുവിൽ നമ്മൾ കാണുന്നത് ഇബ്നു തൈമീൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിൽ അദ്ദേഹം ഏതാണ്ട് പൂർണ്ണമായി തന്നെ എപ്പോഴും മസ്ജിദുൽ ഹറാമിൽ ഉണ്ടാവാറുണ്ടായിരുന്നത്. അദ്ദേഹം മുനൈസയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയം അതായിരുന്നു. കാരണം റമളാൻ ഹയാത്താക്കുക എന്ന് പറയില്ല നമ്മൾ. ഈ മസ്ജിദുൽ ഹറാമിൽ പോയി റമളാനിലെ ഇബാദത്തുകൾ ഏറ്റവും നന്നായി എടുക്കാൻ പറ്റും. ഉംറ,
അതിൻ്റെ പുറമെ ഇപ്പോൾ ഹജ്ജിൻ്റെ സമയത്തും അദ്ദേഹം മക്കയിലുണ്ടാവുമായിരുന്നു. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ദർസുകൾ നടത്തും. അവിടെ അദ്ദേഹത്തിന് ഒരു സ്ഥിരം ചെയർ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം അത്രയും സീനിയറായ ഒരു സ്കോളർക്ക് എന്തായാലും ഹറമിൽ ഒരു സ്ഥിരം ചെയർ ഉണ്ടാവും, അവിടെ ചുറ്റും ആൾക്കാരുണ്ടാവും. അപ്പോൾ ഹജ്ജിൻ്റെ സീസണിലും റമദാൻ്റെ സമയത്തും എപ്പോഴും മക്കയിലുണ്ടാകാൻ പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ഇബിൻ സോലിഹ് അദ്ദേഹം എപ്പോഴും ശ്രമിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ അവസാനം ഈ 2000 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ്. അപ്പോൾ ആ റമദാനിൽ ഉനൈസയിൽ അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹം ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത്രയും തീവ്രമായൊരു സമയമാണ്. അദ്ദേഹത്തിന് തീരെ സഞ്ചരിക്കാൻ കഴിയാത്തൊരു സമയമാണ്. അദ്ദേഹം അങ്ങേറ്റം അവശനാണ്. അദ്ദേഹത്തിന് നല്ല വേദന ഉണ്ട്. അപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തെ സമ്മതിച്ചില്ല, കുടുംബക്കാരും സമ്മതിച്ചില്ല. പക്ഷേ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്ത് അദ്ദേഹം പറയുകയാണ്, എനിക്കത് പറ്റൂല, ഇത് റമദാനാണ്, ഇത് ഇബാദത്തെടുക്കാനുള്ള മാസമാണ്, ഇത് വീട്ടിൽ കിടക്കാനുള്ള മാസമല്ല. ഈ ഒരു ടോണിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. എനിക്ക് മക്കയെ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധം പിടിച്ചിട്ട് അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ എത്തുകയാണ്. ഞാൻ പലപ്പോഴും നമ്മളിപ്പോൾ ഈ റമദാൻ മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഈ റമദാൻ ഇബാദത്തുള്ള എടുക്കാനുള്ള മാസമാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ ചെറിയൊരു ക്ഷീണം വന്നാൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, നമ്മൾക്കൊരു രോഗം വന്നാൽ നമ്മൾ ആ ഇബാദത്തുകളുടെ ഇൻറ്റൻസിറ്റി എത്രത്തോളം കുറയുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഈ ഇബ്നു തൈമീൻ്റെ ഈ ജീവിതം വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളത് അതാണ്. അദ്ദേഹത്തിന് അതിൽ കുറ്റബോധം വരികയാണ്. അതായത് അത്രയും ക്യാൻസറിൻ്റെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതും മക്കയിൽ നിന്ന് കുറേ ദൂരമുള്ളൊരു മനുഷ്യൻ ഹറമിൽ പോയി റമദാൻ ഹയാത്താക്കാത്തതിൽ അദ്ദേഹത്തിനൊരു ആ നിലക്കുള്ളൊരു കുറ്റബോധം വരിക എന്ന് പറഞ്ഞാൽ എത്ര പ്രഷ്യസ് ആയിട്ടാണ് ഒരു റമദാനെ കണ്ടിരുന്നത്. അതായത് ഈ ദുന്യാവുക്ക് അള്ളാഹ് നമ്മളെ പറഞ്ഞയച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ്. ആ ഇബാദത്ത് ഏറ്റവും ഇൻറ്റൻസായി നമ്മൾ നിർവഹിക്കേണ്ട ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളെ നമ്മൾ വെറുതെ കടന്നു പോയിക്കൂടാ എന്നുള്ളൊരു ചിന്തയെന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അവസാനം അദ്ദേഹത്തിന് നിർബന്ധം സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ മക്കയിലേക്ക് കൊണ്ടുപോവാണ്, അദ്ദേഹം ഹറമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഹറമിലെ അധികാരികൾ അദ്ദേഹത്തെ എന്താ ചെയ്തത് വെച്ചാൽ അദ്ദേഹത്തിനൊരു റൂം ഹറമിൽ കൊടുത്തു. ആ റൂമിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിനാക്കി. അവർ പറഞ്ഞ കാരണം എന്താ വെച്ചാൽ, ഒന്ന്, അദ്ദേഹത്തിന് ആൾക്കാരുടെ നടുവ് പോയി നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജനസമ്പർക്കത്തിന് അനുവദിച്ചാൽ അദ്ദേഹത്തിൻ്റെ രോഗം വഷളാവും, അത് അദ്ദേഹത്തോട് ചെയ്യുന്നൊരു അനാദരവായിരിക്കും. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ അങ്ങനെ കണ്ടു നിൽക്കാൻ ആൾക്കാർക്ക് കഴിയൂല. കാരണം അദ്ദേഹം അത്രയും അവശനാണ്. ആൾക്കാർ കരഞ്ഞു പോകും. കാരണം ഇബ്നു ഉസൈമീൻ്റെ അടുത്ത് നിന്ന് അത്ര കാലം ദീനും ഈമാനും തെർബിയത്തൊക്കെ കിട്ടിയ ആൾക്കാർ ആ അവസ്ഥയിൽ ഷെയ്ഖിനെ കണ്ടാൽ ആൾക്കാർക്ക് അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയൂല. അതായത് ആ ഒരു അവസ്ഥയിലാണ് ഇബ്നു ഉസൈമീൻ ഹറമിൽ പോകണമെന്ന് വാശി പിടിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ഉള്ളിലാക്കുകയാണ്. ആ റൂമിൻ്റെ ഉള്ളിലാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ പൈപ്പുകളാണ്. ഞാനതിൻ്റെ ഒരു തീവ്രത മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഏത് അവസ്ഥയിലാണ് ഇബ്നു ഉസൈമീൻ വാശി പിടിച്ചിട്ട് അവിടെ എത്തുന്നത് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മൂക്കിലും വായലൊക്കെ പൈപ്പുകളാണ്. ആ പൈപ്പുകളും അങ്ങനെ മുഴുവൻ ശരീരത്തിൽ ഘടിപ്പിച്ച വൈദ്യോപകരണങ്ങളുമായിട്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അവിടെ ആ അവസ്ഥയിൽ അദ്ദേഹം നമസ്കരിക്കുന്നു, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നു, അദ്ദേഹം ഇബാദത്തെടുക്കുന്നു, അദ്ദേഹം ദർസ് എടുക്കുന്നു. അതായത് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ശബ്ദം മാത്രമേ ആൾക്കാർ കേൾക്കുന്നുള്ളൂ. ആ ദർസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റും, എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയും, വേറൊരു കുഴൽ ഇങ്ങോട്ട് മാറ്റി ഇത് അങ്ങോട്ട് കുറച്ച് പൊക്കി പിടിക്കും. ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ കിട്ടിയ അവസാനത്തെ ദിവസങ്ങളും മണിക്കൂറുകളും അവൻ്റെ മാർഗത്തിൽ ആ രീതിയിൽ പരിശ്രമിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ദീന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് രോഗം മൂർച്ഛിക്കുന്നു. ഒരു നിലക്കും അദ്ദേഹത്തിന് അവിടെ നിർത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തെ നിർബന്ധിച്ച് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിയപ്പോൾ റമദാൻ തീരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ആശ്വാസം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇബ്നു ഉസൈമീൻ പറയുന്നത് എന്താ വെച്ചാൽ, കണ്ടോ, റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങൾ അത് ഇബാദത്തിൽ ഫോക്കസ്ഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് എനിക്ക് ആശ്വാസം തന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ ഹറമുക്കനെ തിരിച്ചു കൊണ്ടുപോകണം എന്നാണ് ഇബ്നു ഉസൈമീൻ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ മസ്ജിദുൽ ഹറാമുക്കനെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അദ്ദേഹം വീണ്ടും ഇബാദത്തുകളിൽ നിരതനാവുകയാണ്. പക്ഷേ നോമ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും രോഗം മൂർച്ഛിക്കുന്നു. അദ്ദേഹത്തെ ജിദ്ദയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. അവിടെ വെച്ച് ഷവ്വാൽ ഏതാണ്ട് നമ്മളിപ്പോൾ ഷവ്വാൽ മാസത്തിലാണല്ലോ, ആ ഷവ്വാൽ ഏതാണ്ട് പകുതിയോട് അടുപ്പിച്ച് അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹം മക്കയിലാണ് അദ്ദേഹത്തെ ഖബറടക്കുന്നത്. ഇബ്നു ബാസിനെയും അദ്ദേഹത്തെയൊക്കെ മക്കയിൽ അദിൽ എന്ന് പറയുന്ന അവിടുത്തെ മക്ബറയിൽ, അവർ രണ്ടുപേരും ഒരേ മക്ബറയിലാണ് മറമാടപ്പെട്ടത്. അവിടെ
അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നടക്കുന്നു. അങ്ങനെയാണ് 2001 തുടക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. എന്തായാലും പിന്നെ ഞാൻ വിശദമായി സംസാരിക്കില്ല. ഷെയ്ഖ് മുഹമ്മദ് ഇബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഷെയ്ഖ് ഇബ്നു ബാസിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇൽമ് അനന്തരമെടുത്ത് നമ്മൾക്കത് പഠിപ്പിച്ചു തരാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച വളരെ പ്രധാനപ്പെട്ട 2 മഹാപണ്ഡിതന്മാരെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇവരിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ട ഒരു പ്രചോദനം, അവരുടെ ഇൽമ് നേടിയെടുക്കാനുള്ള ആവേശം, പ്രബോധനത്തിലുള്ള ആവേശം, അവരുടെ ദീനിയായ ജീവിതം, അവരുടെ ദുന്യാവിനോടുള്ള വിരക്തി, അവരുടെ അഖ്ലാഖ്, ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് കിട്ടേണ്ട വലിയൊരു മോട്ടിവേഷൻ ഉണ്ട്. അതിലുപരി അവർ അവശേഷിപ്പിച്ച വൈജ്ഞാനിക സാഹിത്യങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ളൊരു പ്രചോദനമാണ് നമ്മൾക്കിതിൽ പ്രധാനമായും കിട്ടേണ്ടത്. ഒന്ന്, ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ ധാരാളമായി കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, അവരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ പരമാവധി സംഘടിപ്പിച്ച് വായിച്ച് അതിൽ നിന്ന് ഇൽമ് നേടിയെടുക്കുന്നത്, അങ്ങനെ നമ്മളുടെ വൈജ്ഞാനിക വളർച്ച ഉറപ്പുവരുത്തുന്നത് നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇദ്ദേഹം ഒരു മനുഷ്യനാണ്. എല്ലാ പണ്ഡിതന്മാരും മനുഷ്യന്മാരാണ്. മനുഷ്യർ എന്നുള്ള നിലക്കുള്ള പരിമിതികളിൽ നിന്ന് ഇവരാരും മുക്തരല്ല. ആ കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവരുടെ ജീവിതത്തെയും ദീനിനെയും അഖ്ലാഖിനെയൊക്കെ പറ്റി പറയുമ്പോൾ അവർ ഒരു നിലക്കും ഒരു തരത്തിലുള്ള തെറ്റും കുറ്റവും സംഭവിക്കാത്ത ആൾക്കാരാണെന്നുള്ള നിലക്കല്ല നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള മഅ്സൂമുകളാണെന്നുള്ള നിലക്കല്ല നമ്മളത് പറയുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതോടൊപ്പം അവരുടെ ഇൽമിൻ്റെ വിഷയത്തിലാണെങ്കിലും ഇവർ മഹാപണ്ഡിതന്മാരായതുകൊണ്ട് തന്നെ മൻഹജിൽ വളരെ കൃത്യതയുള്ളത് കൊണ്ട് തന്നെ അവർ കൊടുത്ത ഫത്വകളും അവർ പറഞ്ഞ അഭിപ്രായങ്ങളും അവരുടെ രചനകളും ഒക്കെ മിക്കവാറും നല്ലൊരു ശതമാനം അബദ്ധങ്ങളിൽ നിന്ന് മുക്തമായ നമ്മൾക്ക് ശരിയായ രീതിയിൽ ദീന് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഇവർ മനുഷ്യരാണ്. അവർക്ക് അവരുടെ ഗവേഷണത്തിൽ അബദ്ധം സംഭവിക്കാം, അവരുടെ ഓർമ്മയിൽ അബദ്ധം സംഭവിക്കാം, അവരുടെ പഠനത്തിൽ അബദ്ധം സംഭവിക്കാം, പരിമിതികൾ ഉണ്ടാകാം, അവരുടെ വിശകലനത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള പരിമിതികൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന, അത് ഇബ്നു ഉസൈമീൻ ആണെങ്കിലും ഇബ്നു ബാസ് ആണെങ്കിലും ഏത് പണ്ഡിതന്മാരാണെങ്കിലും അവരൊരു കാര്യം പറയുമ്പോൾ അത് ഖുർആനും ഹദീസുമായി ഒത്തുനോക്കി ഖുർആനിനോടും ഹദീസിനോടും യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് സ്വീകരിക്കേണ്ടത്. എവിടെയെങ്കിലുമൊക്കെ അവർ നമ്മൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ ഈ രീതിയിലുള്ള മാനുഷികമായ പരിമിതികൾ കൊണ്ട് ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കുവാനുള്ള ഒരു വിവേചന ബുദ്ധി കൂടി നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് അവരോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇൽമിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാനും അള്ളാഹുവിൻ്റെ ദീനിന് കൂടുതൽ സേവനങ്ങൾ ചെയ്യാനും കഴിയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഈ പണ്ഡിതന്മാരെയും നമ്മെയും എല്ലാം അവൻ്റെ ഫിർദൗസിൽ ഇടം നൽകി അവൻ സ്വീകരിക്കട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم